ഖുർആനില് വർണ്ണങ്ങളെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം നമുക്ക്. ഖുർആനിലെ വർണ്ണങ്ങൾ അതിന്റെ അർത്ഥതലങ്ങളും പലതും വളരെ പ്രതീകാത്മകമായിട്ടാണ് ഖുർആൻ മെറ്റഫറിക് ആയിട്ട് ഖുർആൻ പിന്നെ വർണ്ണങ്ങളെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കുറെ കൂടി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഖുർആനിന്റെ പിന്നെ എന്താ പറയാ നിറങ്ങളെ കുറിച്ചുള്ള വിശകലനത്തിൽ കുറെ മനഃശാസ്ത്രവും ആത്മീയമായിട്ടുള്ള ഒരു വിശകലനം കൂടി വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ കൗതുകങ്ങളിലേക്കാണ് ഇനി യാത്ര പോകുന്നത്. യെസ്, നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ ഇന്ന് വളരെ കൗതുകകരമായ ഒരു വിഷയമാണ് പരിശോധിക്കാൻ പോകുന്നത്. 1400 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥം, അതായത് ഖുർആൻ, നിറങ്ങളെ വെറുമൊരു അലങ്കാരമായിട്ടല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പോന്ന വളരെ ആഴത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ടൂളായി എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നുവെന്നാണ് ഈ പഠനരേഖകളിലൂടെ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നു ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുമുള്ള നിറങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലോ? അവ നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു രഹസ്യഭാഷയാണെങ്കിലോ? ഈയൊരു കൗതുകകരമായ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ സോഴ്സ് മെറ്റീരിയലുകൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈയൊരു വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. നിറങ്ങളുടെ മനഃശാസ്ത്രം, വെള്ളയും പച്ചയും നൽകുന്ന സമാധാനം, ദുഃഖം സൂചിപ്പിക്കുന്ന നിറങ്ങൾ, പിന്നെ അവസാനമായി വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ ക്യാൻവാസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നിറങ്ങളുടെ മനഃശാസ്ത്രം, അതായത് നാം ഈ പ്രപഞ്ചത്തെ യഥാർത്ഥത്തിൽ എങ്ങനെ കാണുന്നു എന്നത്. നിറം എന്ന് പറയുന്നത് വെറുതെ അവിടെ പുറത്തുള്ളൊരു സാധനമല്ല കേട്ടോ. വെളിച്ചം, ഒരു വസ്തു, പിന്നെ അത് കാണുന്ന നമ്മുടെ വിഷ്വൽ സിസ്റ്റം, ഇവ മൂന്നും കൂടി ചേരുമ്പോഴാണ് അവിടെ നിറമുണ്ടാവുന്നത്. അതായത് നിറം രൂപപ്പെടണമെങ്കിൽ അത് കാണാൻ നമ്മളെപ്പോലൊരു മനുഷ്യൻ കൂടി അവിടെ ആവശ്യമാണ്. ഈ പഠനരേഖകൾ പറയുന്ന വളരെ രസകരമായ ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. സത്യത്തിൽ നമ്മുടെ കണ്ണുകളിൽ കോൺസെല്ലുകൾ എന്ന് പറയുന്ന കോശങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ പ്രപഞ്ചം മുഴുവൻ കേവലം കറുപ്പും വെള്ളയും ചാരനിറവും മാത്രമായി നമുക്ക് തോന്നുമായിരുന്നു. അപ്പോൾ നിറങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നിറങ്ങളോടുള്ള മനുഷ്യന്റെ ഈ സഹജമായ പ്രതികരണങ്ങളെ ഖുർആൻ പോലുള്ള പുരാതന ഗ്രന്ഥങ്ങൾ എത്രത്തോളം ബുദ്ധിപരമായാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഈ അക്കാദമിക് പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ വളരെ കൃത്യമായ വികാരങ്ങൾ ഉണർത്താൻ ഈ ഗ്രന്ഥം നിറങ്ങളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നതാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ പഠനം സൂചിപ്പിക്കുന്ന കണക്കുകളൊന്ന് പരിശോധിച്ചാൽ ഏതൊക്കെ നിറങ്ങളാണ് നേരിട്ട് പരാമർശിച്ചിട്ടുള്ളത് എന്നും എത്ര തവണ അവ ആവർത്തിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാം. ഇതിൽ വെള്ളയും പച്ചയുമാണ് ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഓരോ നിറങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇനി രണ്ടാമത്തെ ഭാഗം, മനസ്സിലെ പോസിറ്റീവ് എനർജിയും സമാധാനവും നൽകാൻ പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ, അതായത് വെള്ളയും പച്ചയും. ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്ന നിറം ഏതാണെന്നറിയാമോ? അത് വെള്ളയാണ്. കൃത്യമായി പറഞ്ഞാൽ 12 തവണ. വെള്ളനിറം പ്രധാനമായും സമാധാനം, വിശുദ്ധി, പിന്നെ സന്തോഷം എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മോസസ് അഥവാ മൂസാ നബി സ്വന്തം കൈ പുറത്തെടുക്കുമ്പോൾ യാതൊരു അസുഖവുമില്ലാതെ അത് തിളങ്ങുന്ന വെള്ളനിറമായി മാറുന്ന ഒരു അത്ഭുതമുണ്ട്. ഇതൊരു വെറും വർണ്ണനയല്ല, മറിച്ച് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ഒരു പ്രത്യേകതരം ഭയഭക്തിയും ചിന്തയും ഉണ്ടാക്കാൻ മനഃശാസ്ത്രപരമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. അടുത്തത് പച്ചനിറം. 8 തവണയാണ് ഈ നിറം പരാമർശിച്ചിട്ടുള്ളത്. ഇതിലൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ 8 തവണയും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് പച്ചനിറം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി മഴ പെയ്യുമ്പോൾ പച്ച പണിയുന്നത് ദൈവകാരുണ്യത്തിന്റെ പ്രതീകമായാണ് പറയുന്നത്. അതുപോലെ സ്വപ്നത്തിൽ കാണുന്ന 7 പച്ചക്കതിറുകൾ സമ്പൽ സമൃദ്ധമായ വർഷങ്ങളെ സൂചിപ്പിക്കുന്നു. എന്തിനേറെ പറയുന്നു, സ്വർഗത്തിലെ ആളുകളുടെ വസ്ത്രങ്ങളും തലയണകളും വരെ പച്ച നിറത്തിലാണെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പച്ചനിറം കാരുണ്യം, സമൃദ്ധി, നിത്യമായ സമാധാനം എന്നിവയുടെയൊക്കെ ഒരു വലിയ സൈക്കോളജിക്കൽ രൂപകമായി മാറുന്നു. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം, ദുഃഖത്തിന്റെയും മുന്നറിയിപ്പിന്റെയും നിറങ്ങൾ. സമാധാനത്തിൽ നിന്നും മാറി മനുഷ്യനിൽ ഉത്കണ്ഠയും ഭയവും ഉണർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പുനരുത്ഥാന ദിനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ വളരെ ശക്തമായ ഒരു വൈരുദ്ധ്യം ഉപയോഗിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ടവരുടെ മുഖം വെള്ള നിറത്തിലും അല്ലാത്തവരുടേത് കറുപ്പ് നിറത്തിലുമാകുമെന്ന് പറയുന്നു. മനുഷ്യന്റെ മനസ്സിൽ ഒരേ സമയം വലിയ പ്രതീക്ഷയും അതോടൊപ്പം കടുത്ത ഭയവും ഉണർത്താൻ കറുപ്പും വെള്ളയും തമ്മിലുള്ള ഈ വ്യത്യാസം വളരെ കൃത്യമായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മഞ്ഞ നിറത്തിന്റെ കാര്യം നോക്കാം.
കൃഷിയിലെ വളർച്ചയെ മനുഷ്യജീവിതത്തോട് ഉപമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചപ്പിൽ തുടങ്ങി പിന്നെ വാടി മഞ്ഞ നിറമായി അവസാനം നശിച്ചുപോകുന്ന ഒരു പ്രക്രിയ. മനുഷ്യന്റെ യുവത്വവും വാർദ്ധക്യവും നാശവും സൂചിപ്പിക്കാൻ മഞ്ഞ നിറത്തെ ഇവിടെ ഒരു ടൈം ലൈൻ പോലെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. മറ്റൊരിടത്ത് നരകത്തിലെ തീപ്പൊരികളെ വർണ്ണിക്കാൻ മഞ്ഞ നിറമുള്ള വലിയ ഒട്ടകങ്ങളെയാണ് ഉപമിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കേൾക്കുന്ന ആളുടെ മനസ്സിൽ എത്ര ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ആ ഒരൊറ്റ പ്രയോഗം നൽകുന്നത്. നീലനിറത്തിന്റെ കാര്യം ശരിക്കും കൗതുകമുണർത്തുന്നതാണ്. നമ്മുടെ ആകാശത്തിനും കടലിനുമൊക്കെ നീലനിറമാണെങ്കിലും ഈ ഗ്രന്ഥത്തിൽ ആകെ ഒറ്റത്തവണ മാത്രമാണ് നീല പരാമർശിച്ചിട്ടുള്ളത്. അതും ന്യായവിധി ദിനത്തിൽ കുറ്റവാളികളെ ഭയപ്പാടോടെ നീലക്കണ്ണുകളുള്ളവരായി കൊണ്ടുവരും എന്നു പറഞ്ഞ് കടുത്ത മാനസിക ഭയം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം. ഇനി നാലാമത്തെയും അവസാനത്തെയും ഭാഗം, സൃഷ്ടിയുടെ ക്യാൻവാസ്. ഈ വികാരങ്ങളുടെ സ്പെക്ട്രം പ്രപഞ്ചത്തിന്റെ അനന്തമായ സർഗാത്മകതയെ എങ്ങനെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെ നിറങ്ങൾ എന്ന് ബഹുവചനമായി ഉപയോഗിച്ചിട്ടുണ്ടോ, ആ 7 തവണയും അത് പൂർണ്ണമായും പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. മനുഷ്യർ, മൃഗങ്ങൾ, കൃഷി, മലകൾ തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ വ്യത്യാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുവപ്പ് നിറം വന്നിട്ടുള്ള ഒരേ ഒരു വരി മലകളെക്കുറിച്ചുള്ളതാണ്. വെള്ളയും കടുത്ത കറുപ്പും പിന്നെ ചുവപ്പ് നിറത്തിലുള്ള പർവ്വതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൗമശാസ്ത്രപരമായ ഈ വലിയ വൈവിധ്യത്തെയും അത്ഭുതത്തെയും അടയാളപ്പെടുത്താൻ മാത്രമാണ് ഈ നിറങ്ങൾ അവിടെ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ചുരുക്കി പറയാം. മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങളെ ഉണർത്താൻ ഈ നിറങ്ങളെ എത്രത്തോളം ശാസ്ത്രീയമായും സാഹിത്യപരമായും ഉപയോഗിച്ചിരിക്കുന്നു എന്നത് തീർത്തും അത്ഭുതകരമാണ്. സമാധാനത്തിനും ജീവനും വെള്ളയും പച്ചയും, ഭയത്തിനും ദുഃഖത്തിനും കറുപ്പ്, മഞ്ഞ, നീല നിറങ്ങൾ, കൂടാതെ പ്രപഞ്ചത്തിന്റെ വൈവിധ്യം കാണിക്കാൻ ഒന്നിലധികം നിറങ്ങൾ. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1400 വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥത്തിന് മനുഷ്യന്റെ മനസ്സിൽ നിറങ്ങൾക്കുള്ള സ്വാധീനം ഇത്ര കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഇന്ന് നമ്മൾ ഈ കാണുന്ന മൊബൈൽ സ്ക്രീനുകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ആധുനിക ലോകം നമ്മളോട് രഹസ്യമായി എന്തൊക്കെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മളിന്ന് വളരെ ഡീപ്പായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. നമുക്ക് അറിയാം, പിന്നെ ഖുറാനില് ഒരുപാട് വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ പ്രപഞ്ചം തന്നെ ഒരു വലിയൊരു ക്യാൻവാസ് ആയിട്ടാണ്, അല്ലെങ്കിൽ വലിയൊരു വർണ്ണ പ്രപഞ്ചമായിട്ടാണ് പറയുന്നത്. അപ്പോ നമുക്ക് ചില വാക്യങ്ങളിലൂടെ ഖുറാനിക, ഇപ്പൊ നേരത്തെ എക്സ്പ്ലെയിനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാൻ തോന്നുന്നു. ഖുറാനിൽ നിറം എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് 2 സ്ഥലത്തും, പ്ലൂറൽ ആയിട്ട് അൽവാൻ എന്ന് പറയുന്നത് 7 സ്ഥലത്തുമായിട്ടുള്ളത്. 2 സ്ഥലം എന്ന് പറയുന്നത് അൽബക്രയിൽ പശുവിന്റെ കഥയിൽ തന്നെയാണ് 2 സ്ഥലവും പറയുന്നത്. അത് പ്രത്യേക നിറത്തെ നിർവചിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. കാഴ്ചക്കാർക്ക് സന്തോഷം നൽകുന്ന നിറം എന്ന നിലക്ക് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവർത്തനം സ്വഭാവത്തില് എന്ത് ചെയ്യാം, ബഹുവചനം പ്ലൂറലായിട്ട് അൽവാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് വിശുദ്ധ ഖുറാനില് പല സ്ഥലങ്ങളില് വർണ്ണ വൈവിധ്യങ്ങളെ കുറിച്ച്, പ്രപഞ്ചത്തിലെ വർണ്ണവിസ്മയങ്ങളെ കുറിച്ച്, മനുഷ്യനും മൃഗങ്ങളും പർവ്വതങ്ങൾ വരെ വിളകളും ഒക്കെ വ്യത്യസ്ത വർണ്ണ രാജികളിലുള്ള സംഭവങ്ങളായിട്ട് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പൊ ഇതുവരെ പറഞ്ഞ വിശകലനം എന്ന് പറയുന്നത് അതിന്റെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ പ്രയോഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു സംഗതി എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീനിലൂടെ കടന്നു പോകാം. ജസ്റ്റ് ഒന്ന് നിങ്ങളത് വായിക്കുക. ഓരോ വ്യക്തിയുടെയും ആ വ്യക്തിത്വത്തിന്റെ പേഴ്സണൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്നത് ഈ കളറുമായിട്ടും വളരെയധികം കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിൽ അവസാനം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം. ആധുനിക പഠനങ്ങളിലൂടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കളറുകളാണ് പലപ്പോഴും ഓരോ ബ്രാൻഡിങ്ങിലും പരസ്യങ്ങളിലടക്കം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ഒരു തെളിവാണ്. അപ്പോ വെള്ള എന്ന് പറയുന്നത് വിശുദ്ധിയുടെ സംഭവമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വെളുത്ത നൂല് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാതത്തിന്റെ കിരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തിലെ സന്തോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത്ഭുതങ്ങളുടെ അടയാളത്തെ കുറിച്ച് ഒക്കെ വെള്ള എന്ന് പറയുന്നുണ്ട്. പച്ചയെ കുറിച്ച് പറയുന്നത് പ്രകൃതിയിൽ ദൈവം നൽകുന്ന ആ ഒരു പച്ചപ്പും ആ ഒരു പിന്നെ സമൃദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസഫ് നബിയുടെ ചരിത്രത്തില് സമൃദ്ധിയുടെ കാലത്തെ കുറിച്ച് പച്ച എന്നുള്ളതാണ് വാക്ക് ഉപയോഗിക്കുന്നത്. സ്വർഗത്തിലെ ഉടയാടകളെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറുപ്പ് പലപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒപ്പം തന്നെ പർവ്വതങ്ങളുടെ കളറുകളെ കുറിച്ച് പറയുമ്പോഴും ഈ കടും കറുപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ സന്തോഷത്തെ കുറിച്ച്, അതുപോലെ തന്നെ താക്കീതിനെ കുറിച്ച് ഒക്കെ ആയിട്ടും
നമുക്ക് പിന്നെ കളറുകൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഈ ചുവപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഊർജ്ജസ്വലതയുടെ നിറമായിട്ട് കാണാൻ കഴിയും. നീല എന്ന് പറയുന്നത് ഈ പറയുന്ന ഖുറാനിൽ ഉപയോഗിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഭീതിതമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചാണ്. ചുരുക്കത്തിൽ അതിന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കളറിന്റെ എഫക്റ്റുകളെ കുറിച്ചാണ്, സൈക്കോളജിക്കൽ എഫക്റ്റുകളെ കുറിച്ചാണ് ഈ ചാർട്ടിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പ്രകാശവും അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിസ്മയം എന്ന് പറയുന്നത്? 17-ാം നൂറ്റാണ്ടിൽ ഐസക് ന്യൂട്ടനാണ് വെള്ള വെളിച്ചത്തിൽ ഈ പറയുന്ന എന്താണ് വ്യത്യസ്ത നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ശാസ്ത്രീയമായിട്ട് ആധുനിക ലോകത്തോട് പറയുന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് പറയുന്നതിന്റെ വളരെ മുമ്പ് തന്നെ ഈ പറയുന്ന രൂപപ്പെടുന്ന മഴയിലൂടെയും വിളകൾ ഒക്കെ കടന്നുപോയിക്കൊണ്ട് വിവിധ നിറങ്ങളിലുള്ള പഴങ്ങൾ രൂപപ്പെടുന്ന പോലെ, അതുപോലെ തന്നെ നിറങ്ങൾ വ്യത്യസ്ത രീതിയിൽ പിന്നെ രൂപപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന വിശകലനത്തിലൂടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സംഭവം നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് ഭൗതികമായ കാഴ്ചയിലല്ല, ആത്മീയമായ ഉൾക്കാഴ്ചയിലാണ് എന്ന് പറയുന്ന വലിയൊരു മെസ്സേജ് കൂടി ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നതും ഈ പറയുന്ന ഒരു വലിയ ആധുനിക ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ ആ പറയുന്ന ആയത്തുകൾ ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത്. അതിന്റെ പിഗ്മെന്റുകൾ എന്തൊക്കെയാണ്, ജെനറ്റിക്സ് എന്തൊക്കെയാണ്, ജിയോളജി എന്തൊക്കെയാണ്, ബയോളജി എന്തൊക്കെയാണ്, ഫിസിക്സ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ അതിലുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പിക്ചർ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നിറങ്ങളുടെ വൈവിധ്യം എന്ന് പറയുന്ന ഒരു സംഗതി, ഇത് സൂറത്ത് ഫാത്തിറിലെ ആയത്താണ്. ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ സൈനുകളായിട്ട്, അടയാളങ്ങളായിട്ട്, ആയത്തുകളായിട്ടാണ് ഈ കാര്യത്തെ വിശദീകരിക്കുന്നത്. മനുഷ്യരുടെ ഭാഷയും നിറവും കണക്ട് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നേരത്തെ അലന്തറ അന്നല്ലാഹു മിനസ്സമായി മാഅൻ എന്ന് പറഞ്ഞുകൊണ്ട് അഖ്റജ്ന ബിഹി സമറാത്തൻ മുഖ്തലിഫൻ അൽവാൻ എന്ന് പറഞ്ഞിട്ടാണ്, അൽബാനുഹ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് പിന്നെ പഴങ്ങൾ വ്യത്യസ്ത വർണ്ണങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പർവ്വതങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവം തന്നെ, മനുഷ്യന്റെ നിറവൈവിധ്യവും അതുപോലെ തന്നെ ഭാഷാ വൈവിധ്യത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ 22-ാമത്തെ ആയത്തിൽ പറയുന്നു. വമിൻ ആയാത്തി ഹൽക്കുസമാവാത്തി വല്ലർള് വഖ്തിലാഫി അൽസിനത്തുക്കും അൽവാനിക്കും എന്നുള്ള ഒരു ആയത്തുണ്ട്. അതായത് ദൈവത്തിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യന്റെ വർണ്ണവൈവിധ്യവും അതോടൊപ്പം തന്നെ ഭാഷാ വൈവിധ്യവും. ഇന്നഫി ദാലിക്കൽ ആയാത്തിൽ ആലമീൻ, തീർച്ചയായും വിജ്ഞാനികൾക്ക്, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പഠിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ വലിയ പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പച്ചനിറത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരുപാട് സ്ഥലമുണ്ട്. എൽബസൂന സിയാബൻ ഹുലറൻ മിൻ സുന്ദുസിൻ വസ്തബ്രഖ് എന്ന് പറയുന്ന ആയത്തുകൾ. അതുപോലെ തന്നെ ഇന്നഫി ദാലിക്കൽ ആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ എന്ന് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ പച്ച എന്ന് പറയുന്നത് ജീവന്റെ നിറമായിട്ട്, സമാധാനത്തിന്റെ നിറമായിട്ട്, സ്വർഗത്തിന്റെ നിറമായിട്ട്, ഇങ്ങനെ പല തരത്തിൽ ഈ വാക്ക്, ഈ ഒരു വേർഡ് ഖുർആൻ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. മഞ്ഞയുമായി കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് അതിന്റെ ഒരു പിന്നെ മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സ്വാധീനം കൂടിയും ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ പറയുന്നത്. ഇനി ഇതിന്റെ കുറെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. ആ ഒരു പാർട്ടും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. യെസ്, മഞ്ഞയായിട്ട് പിന്നീട് അത് ഉണങ്ങിപ്പോകുന്ന ആ ഒരു പ്രോസസ്, ആ ടൈം ലൈനെ കുറിച്ചാണ് പറയുന്നത്. വെളുപ്പിനെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയും പറയുന്നതായിട്ട്. ചുവപ്പിനെ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഭൂമിയിലെ ഗവേഷണങ്ങൾ നടത്തി, ജിയോഗ്രാഫിക്കൽ പഠനങ്ങൾ നടത്തിയിട്ടല്ല പർവ്വതങ്ങളിലെ വർണ്ണവൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ അറിയാം, പെറുവിലെ റെയിൻബോ മൗണ്ടെയിൻ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് വർണ്ണവൈവിധ്യങ്ങളുടെ മലകൾ നമുക്ക് കാണാൻ കഴിയും. ചൈനയിലുണ്ട്, അതുപോലെ തന്നെ USA-ലുണ്ട്, ഒമാനിലെ ഹജർ മൗണ്ടെയിൻസിലുണ്ട്. ജബൽ ജെയ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സദാ നമ്മൾ കാണുന്ന കളറിന്റെക്കാളും വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് കാണാൻ കഴിഞ്ഞു. അവിടെ തന്നെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത്, ദുബായിൽ പോയ സമയത്ത്, ഗ്ലോബൽ വില്ലേജിൽ എത്തിയ സമയത്ത് ഓരോ രാജ്യത്തിന്റെ സ്റ്റാളുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ദുബായിലുള്ളവർക്ക് ഒന്ന് കമന്റ് ചെയ്യുക. ഓരോ സ്റ്റാളുകൾ കാണാം. അവിടെ കുവൈത്തിലും അതുപോലെ തന്നെ ഒമാനിലൊക്കെ ചില സ്റ്റാളുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ തേൻ വ്യത്യസ്ത
പിന്നെ പാത്രങ്ങളിലായിട്ട് കുപ്പികളിലായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഖുർആൻ പറയുന്ന തേനിൽ തന്നെ വർണ്ണ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും എന്താ ഇപ്പൊ തേനൊക്കെ ഒറ്റ കളറിലുള്ളൂ, അവിടെ എവിടെയാണ് വ്യത്യസ്ത വർണ്ണം. പക്ഷെ നമുക്ക് അവിടെ ചെന്നാലാണ് മനസ്സിലാകുക വ്യത്യസ്ത തരത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങൾ പല നാടുകളിൽ നിന്ന് ശേഖരിച്ച പല പൂവുകളുടേതനുസരിച്ച് വ്യത്യാസപ്പെടുന്ന വർണ്ണ വൈവിധ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ. അപ്പോ കറുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് പർവ്വതങ്ങൾക്ക് മാത്രമല്ല, ഈ മനുഷ്യന്റെ മുഖം കരിവാളിച്ച് പോകുന്ന സാഹചര്യത്തെ കുറിച്ച് കറുപ്പ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കളറിനും എന്തുണ്ട്, ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ആകാശത്തിന്റെ വർണ്ണ വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാൻ നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ്. പൂക്കളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ തേനീച്ചയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പഴങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സൂക്തങ്ങളെ, നമ്മളുടെ ചുറ്റുപാടുകളെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ആശയത്തെ കുറച്ചുകൂടി സൗന്ദര്യാത്മകമായിട്ട് മനസ്സിലാക്കുവാൻ ഈ വിശുദ്ധ ഖുർആന്റെ ഈ ഒരു വിശദീകരണം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നമുക്കൊക്കെ ഇപ്പൊ ഇത്രയും കേട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്കൊക്കെ അറിയാം, ഇത്രയും നമ്മളിപ്പോ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോ ഈ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോ ഇത്രയും അർത്ഥതലങ്ങൾ ഇതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പോ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുമ്പോൾ യെസ്. അപ്പൊ പിന്നെ നമ്മൾ ഒരുപക്ഷെ ഇത്രയും കാലം ഖുർആനും കളറുകളും എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇത്രയും ഒരുപാട് ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖുർആനും കളറുകളും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. യെസ്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് ഫസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അത് തന്നെയാണ്. ഇത്തരം ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു ട്രഡീഷണൽ വേ എന്ന് പറയുന്നതിൽ ഇതൊന്നും ഉൾപ്പെടില്ല. നമ്മളിപ്പോ ഒരു ഖുർആൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വെറും ഒരു പരലോകം ഖുർആനിലും അല്ലെങ്കിൽ അത് ഇതിന് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഖുർആനിലെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോൾ ചരിത്രങ്ങൾ വരാറുണ്ട്, സാഹിത്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഫിഖ്ഹിന്റെ കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ നിയമങ്ങളെ കുറിച്ച് ധാരാളമായിട്ട് വരാറുണ്ട്, സ്വഭാവങ്ങളെ കുറിച്ച് വരാറുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് വരാറുണ്ട്. പക്ഷെ അതേ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒട്ടേറെ ആയത്തുകളുണ്ട്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ പൊതുവെ നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മളുടെ വ്യവഹാരങ്ങളിലൊന്നും ഖുർആന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കളർ എന്നുള്ള കേൾക്കുന്നത് പടച്ചവൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ് സിബുഗത്ത് വർണ്ണം നൽകുക എന്നുള്ളതാണ്. പക്ഷെ നമ്മള് ഈ കളറ്, നമ്മളുടെ ഒരു വിഷയം കൂടി ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നുന്നു. അപ്പൊ നമ്മള് ജീവിതത്തെ കുറിച്ച്, ജീവിതം കളറാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വേഗം വരുന്നത് എന്താണ്? അത് അടിച്ചുപൊളിയുടേതാണ്, അത് നമുക്ക് സ്വീകാര്യമല്ല എന്നുള്ള ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് വേഗം വരിക. അതൊരു മോഡേണിസത്തിന്റെ അല്ലെങ്കിൽ ആധുനികതയുടെ എന്തോ ഒരു സാധനമാണ് കളർഫുൾനെസ് എന്നൊക്കെ നമ്മളെ മനസ്സിലേക്ക് എവിടെ കിടന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണോ? അള്ളാഹു തന്നെ ഉപയോഗിക്കുന്നത് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് കളർ യൂസ് ചെയ്യുന്നുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ജീവിതം കളറാക്കാം എന്ന് പറയുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാചകമാണ്. അടുത്തിടെ ടീൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൗമാര സംഘടനയുടെ ഒരു ക്യാമ്പയിൻ ക്യാപ്ഷൻ ജീവിതം വർണ്ണാഭമാക്കാമെന്നായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു ജീവിതം വളരെ മനോഹരമായിട്ടുള്ള ഖുർആനികമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് മനസ്സിലേക്ക് വരാറില്ല. അപ്പൊ ഖുർആൻ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഖുർആന്റെ അൽവാൻ എന്ന് പറയുന്ന, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അധികം ആലോചിക്കാൻ കഴിയില്ലാത്ത, അല്ലെങ്കിൽ സിബഹത്ത് എന്ന് പറയുന്ന, ചിലപ്പോൾ നിങ്ങൾ അധികം വിട്ടിട്ടില്ലാത്ത ഒരു വാക്കിനെ കുറിച്ചാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് പറയാനാണ് ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഖുർആന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പോലെ ഒരു കാര്യമുണ്ടല്ലോ, എന്ത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നില്ല? അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ എന്താ താഴ്ത്ത് പൂട്ടിയിരിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഖുർആനെ ആഴത്തിൽ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാതെ എന്ത് ചെയ്യാണ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അത് ചില വിഷയങ്ങളെ കുറിച്ച് മാത്രമല്ല, ഖുർആൻ പറയുന്ന എല്ലാതും അത്തരത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് വീണ്ടും ആധുനികതയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, കുട്ടികൾക്ക്, പുതിയ തലമുറക്ക് പൊതുവെ ഖുർആനോട്, ഇസ്ലാമിക ആശയത്തോടോ ഒക്കെ ഒരു പ്രതിബദ്ധത ഇല്ലായ്മ നമുക്കൊക്കെ നേരിടുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ശരിയാണോ? അല്ലേ? ശരിയാണെങ്കിൽ എന്ത് ചെയ്യാം?
ഫൈവ് എന്ന് ചാറ്റ് ചെയ്യാം. ശരിയാണ് ഞാൻ പറഞ്ഞത്. അതായത് പുതിയ തലമുറ പലപ്പോഴും നമ്മുടെ തന്നെ ഫൈവ് എന്ന് ചാറ്റ് ചെയ്യാം. അതായത് പുതിയ തലമുറ പലപ്പോഴും നമുക്ക് തന്നെ തോന്നും നമ്മൾക്ക് ഉള്ള ഒരു താല്പര്യം എന്തുകൊണ്ട് അവർക്ക് ഖുറാനിൽ ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിപ്പോറുണ്ട്. സത്യത്തിൽ എന്താണ് ഖുറാന്റെ പ്രശ്നമാണോ? ഖുറാൻ ഇത്രയും വളരെ മോഡേൺ ആയിട്ടുള്ള നമുക്ക് ജീവിതം കളറാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഡ്രൈ ആക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കുക, ഖുർആനെ അവതരിപ്പിക്കുക. അവരുടെ മനസ്സിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നിരന്തരം കേട്ടത് ഈ എന്താ എല്ലാ വിലക്കുകളുടെയും സമാഹാരമായിട്ടുള്ള നമ്മളൊക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന എന്തോ ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് തന്നെ ജീവിതം കളറാക്കാൻ, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കാനൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ട് ആലോചിക്കുമ്പോൾ പോലും ആധുനികമായിട്ടുള്ള പിന്നെ വേർഡുകൾ അടക്കാണിത്. നമുക്ക് കളറാക്കല്ലേ, നമുക്ക് പിന്നെ എന്താണ് പറയാ ജില്ലാക്കല്ലേ എന്നൊക്കെ മോഡേൺ കുട്ടികൾ പറയുമ്പോൾ അതേ വാക്കാണ് പറിച്ചും പറയുന്നത്. പക്ഷെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തോ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ലാത്തൊരു വാക്കായിട്ട് നമുക്കുള്ളിൽ എവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കളറാക്കാം, ജീവിതം പിന്നെ എന്ത് ചെയ്യാം, വർണ്ണാഭമാക്കാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണ് വർണ്ണാഭമാക്കേണ്ടതെന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗന്ദര്യമുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഇസ്ലാമിനെ ആധുനിക സമൂഹത്തിന് മുമ്പിൽ, ന്യൂജന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ ഒരുപക്ഷെ ഖുറാന്റെ ഒരു ആയത്ത് മതിയാവും, ഒരു വാക്ക് മതിയാവും എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. ഇതൊരു 1 month കോഴ്സാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ആ 1 month കോഴ്സിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളിതിൽ ഫീസ് അടച്ചിട്ടല്ല അത് അറ്റൻഡ് ചെയ്യുന്നതെന്ന് അറിയാം. ഇത്രയും വർക്കുകൾ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാധ്യത പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതിന്റെ ചില കാരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. ആ ഫ്രീ ആയിട്ട് നൽകുന്ന ഈ ഒരു സംഗതി നിങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് വേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ബോധപൂർവം തന്നെ ഇതെത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഇതുവരെ നിങ്ങൾ ചെയ്യാത്തത് കുറെ ആൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്യാത്തതിന്റെ കാരണം ഈ പറഞ്ഞ സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുമോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് മതി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചവരൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വർത്തായി മാറിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾക്ക് ജീവിതത്തിലെ ഉപകാരപ്രദമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം മാക്സിമം എടുക്കുക. ഒപ്പം തന്നെ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഒരു തുടർച്ച തീർച്ചയായും ഉണ്ടാകും. കാരണം വർണ്ണം അവസാനിക്കുന്നില്ല. വർണ്ണത്തിന്റെ ആത്മീയ തലങ്ങളും വർണ്ണത്തിന്റെ മനഃശാസ്ത്ര തലങ്ങളും നമുക്ക് വിശകലനം ചെയ്തു. ഇപ്പോഴും നമ്മൾ വർണ്ണത്തിന്റെ ശാസ്ത്രീയ തലങ്ങളിലേക്ക് പോയിട്ടില്ല. ഇൻഷാ അള്ളാ അത് അടുത്ത സമയത്ത് നമുക്ക് തുടരാം. ഈ 1.5 മണിക്കൂറിലപ്പുറം ഈ ഒരു ഓൺലൈൻ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വഖർദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ റെഡ് സാധനം മാത്രം, നിങ്ങളെ ഫേസ് കാണണമെന്ന് നിർബന്ധമല്ല. എല്ലാവരും ജസ്റ്റ് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഒരു റെഡിഷ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. എടുക്കാനൊന്നും പോകണ്ട, ദൂരത്തേക്ക് എവിടെയും പോകണ്ട. പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന റെഡ് ആയിട്ടുള്ള എല്ലാതും കാണിക്കാം. കാണിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ബ്ലൂ കാണിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഓക്കെ. ഗ്രീൻ കാണിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഗ്രീൻ പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ? ഉണ്ട്. ഓക്കെ, എവിടെ നിന്നൊക്കെയാണ് നോക്കി കൊണ്ടിരുന്നത്? ഇതൊക്കെ എടുത്തു വെച്ചാൽ മാതിരി ഉണ്ടല്ലോ. ഇവനൊക്കെ അടക്കണ്ട്. ഇത് ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ച മാതിരി ഉണ്ട്. രസകരമായിട്ടുള്ള കുറെ സാധനങ്ങൾ കാണുന്നുണ്ട് അവിടെ. ഒരാള് ജമാലുദ്ദീന് എല്ലാം ഉണ്ട്. അല്ല, അഫ്താഹിന്റെ അടുത്ത് പൂക്കൾ മൊത്തം ഉണ്ട്, പച്ച ചുവപ്പ് നീലൊക്കെ ഒന്നിലുണ്ട്. യെസ്. ഓക്കെ. താങ്ക് യു. യെസ്, അപ്പോ നമ്മള് അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ക്ലോസ് ചെയ്യാം.